സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. മഷുവിനോട് നിന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലായിരുന്നു നിന്റെ പേടി. അവൻ്റെ പൂർണ്ണ സമ്മതത്വം കിട്ടിയ ശേഷമാണ് ഈ വരവ് പോലും. വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കുന്ന സഫയെ നോക്കി കണ്ണിറുക്കി കാണിച്ചവൻ പോകാൻ മൗനമായി അനുവാദം ചോദിച്ചുകൊണ്ടവർ കാറ് മുന്നോട്ടെടുത്തിട്ടും അവനെ തന്നെ നോക്കി അവിടെ തന്നെ നിൽക്കുന്ന സഫയെ കണ്ടവൻ കാറ് നിർത്തി കുറച്ച് പിറകിലേക്ക് എടുത്തു. 10 മിനിറ്റ് ലേറ്റാണല്ലോ, വീട്ടിൽ ചോദിച്ചാൽ എന്താ പറയാ? കാറിൻ്റെ വിൻഡോയിലൂടെ തലൽപ്പം പുറത്തേക്കിട്ട് കയ്യിലെ വാച്ചിൽ നോക്കി അവൻ ചോദിച്ചു. ബസ് കിട്ടിയില്ലെന്ന് പറഞ്ഞോളാം. വൈകിട്ട് ഏത് ബസ്സിലാണ് വരാറ്? 3:45 പ്രോമിസിൽ. പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ അവൾ മറുപടി കൊടുത്തു. സുറുമയ്ക്കും ഏകദേശം ആ ടൈമിൽ തന്നെയാണ് ബസ്. നാളെ അവൾ പോയി കഴിഞ്ഞ് ഞാൻ വരാം, നീ കാത്തിരിക്കണം. മറുപടിയായി അവൾ തലയാട്ടി സമ്മതിച്ചു. പൊയ്ക്കോ, നീ വീട്ടിലോട്ട് കയറിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സൽമാൻ പറഞ്ഞപ്പം അവൾ ഒന്നുകൂടെ അവനോട് യാത്ര പറഞ്ഞ് നടന്നാകുന്നു. വീട്ടിലേക്കുള്ള ഗേറ്റ് കിടക്കുന്നത് വരെ ഇടയ്ക്കിടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടവൾ കണ്ണിൽ നിന്ന് മറിയോളം അവനും അവൾ നോക്കിയിരുന്നു. രാത്രി നോട്ട്സ് എഴുതുന്നതിനിടയിലാണ് സുറുമിക്ക് ഫോൺ വന്നത്. വാപ്പാടെ റൂമിലാണ് ലാൻഡ് ഫോൺ ഉള്ളത്. ഹനയായിരുന്നു ഫോണിൽ. ഒരാഴ്ച ലീവായതുകൊണ്ട് കുറച്ചധികം എഴുതാനുണ്ടായിരുന്നു ഹനക്ക്. ഡൗട്ട് ചോദിക്കാൻ സുറുമിയെ വിളിക്കുന്നത് ഇപ്പം പതിവ് കാഴ്ചയാണ്. പതിവ് പോലെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തു. അടുത്ത ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് അവൾ ചോദിച്ചു. ആ അത് തന്നെ, അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, കേൾക്കുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം, ഇങ്ങോട്ടൊന്നും പറയണ്ട. ശരിയാ, എനിക്ക് അവിടെ ഒരു ഡൗട്ടുണ്ട്. നാളെ കാണുമ്പോൾ ഡിസ്കസ് ചെയ്താൽ പോരെ? ആ അത് മതി, പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ 3:45 സൂപ്പർ സോണിക്കിൽ നിന്നോട് കയറണ്ടെന്ന് പറയാൻ പറഞ്ഞു. സെയിം ടൈമാണ് ഇപ്പുറം പ്രോമിസ്. അതിൽ സഫ പോയ ആൾ വരും, കണ്ടിട്ടേ പോകാവൂന്ന്. അതേറ്റു, ഞാൻ എഴുതി കൊണ്ടുവന്നോളാം. ശരി, നീ വച്ചോ. ആ ഓക്കെ, ബൈ. എന്തേ? ഹന ഫോൺ വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് ചിന്തയിലാണ്ട് നിൽക്കുന്ന സുറുമിയെ കണ്ട് വാപ്പ ചോദിച്ചു. ഹേയ് ഒന്നുമില്ല. വാപ്പയുടെ ശബ്ദത്തിലെ കനം തിരിഞ്ഞിരുന്നുകൊണ്ട് അവൾ വേഗം തടി തപ്പി. പുസ്തകം തുറന്നു വെച്ച് താടിക്ക് കൈ കൊടുത്ത് ചിന്തയിലിരിക്കുമ്പോഴാണ് സൽമാൻ റൂമിലേക്ക് വന്നത്. എന്തോ കാര്യമായി ചിന്തയിലാണല്ലോ. അവളുടെ തിരികെ വന്ന് തലയിലൊന്ന് കിറുക്കിക്കൊണ്ടവൻ ചോദിച്ചു. ഹേ വെറുതെ ഓരോന്ന്. റുമി, ഒരു കാര്യം പറയട്ടെ? ആ പറ, എന്തിനതിന് മുഖവര? നിനക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊരു അഭിപ്രായമാണ് വാപ്പാക്ക്. അവൾക്ക് പുറകിലുള്ള കട്ടിൽ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ടവൻ പറഞ്ഞു തുടങ്ങി. ഇരുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാൻ പോലും ആകാതെ തറഞ്ഞിരുന്നു അവൾ. ഇതൊക്കെ മുന്നിൽ കണ്ടിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് ഒന്നും എതിർത്ത് പറഞ്ഞ് ശീലമില്ല. ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എടുത്തു ചാടി എന്തെങ്കിലും പറഞ്ഞു പോയാൽ സംശയം തോന്നും. നാളെ കാണുമ്പോൾ മഷൂദിനോട് പറയാം, പെട്ടെന്ന് സലുഖാനെ കണ്ട് സംസാരിക്കാൻ. എന്താ നീ ഒന്നും മിണ്ടാത്തേ? ഒന്നുമില്ല, അടുത്ത വർഷം കൂടെ കഴിഞ്ഞിട്ട് പോരെ? നല്ല പ്രപ്പോസലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അന്വേഷണം എല്ലാം കഴിഞ്ഞു. നാളെ രാവിലെ നീ കോളേജിൽ പോകുന്നതിന് മുമ്പ് അവർ കാണാൻ വരും. ഇടുതി പോലെയാണ് ആ വാക്ക് അവളുടെ കാതിൽ പതിഞ്ഞത്. ഹൃദയം ശക്തമായി ഇടിക്കാൻ തുടങ്ങി. കൂടെ നുറുങ്ങിയിരുന്ന വേദനയും. നെഞ്ചിൽ കല്ല് കയറ്റി വെച്ച പോലെ ഭാരം തോന്നുന്നു. എന്നിരുന്നാലും പതരാൻ പാടില്ലല്ലോ. എന്താ ഇത്രയും പെട്ടെന്ന്? എന്നോട് ആരൊന്നും പറഞ്ഞില്ലല്ലോ. സംയമനം പാലിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. നിന്നോടിപ്പൊന്നും പറയണ്ടെന്ന് വാപ്പ പറഞ്ഞത്. നാളെ രാവിലെ അവർ വരുമ്പോൾ പറഞ്ഞാൽ മതിയെന്ന്. പിന്നെ നിനക്കൊരു ഷോക്കാക്കണ്ടെന്ന് കരുതി ഞാനിപ്പോഴേ പറഞ്ഞതാ. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ മുഖം കാണാൻ പാകത്തിൽ അവളുടെ കസേരക്ക് അഭിമുഖമായി ടേബിളിൽ കയറി അവനിരുന്നു. ഒരു വശത്തേക്ക് ചരിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ തലകുമ്പിട്ടിരിക്കുകയാണ്. മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റൊന്നുമില്ല. എന്താ നീ ഒന്നും മിണ്ടത്തെ? നിനക്ക് സമ്മതമല്ലേ? അവളുടെ മുഖഭാവം ഒപ്പിയെടുക്കവേ ഗൗരവം നടിച്ചുകൊണ്ടവൻ ചോദിച്ചു. അപ്പോഴും ഉള്ളാകൊരു തരം ശൂന്യത മാത്രമായിരുന്നു അവൾക്ക്. ഇനി എന്തെന്നുള്ള വലിയ ചോദ്യം മാത്രമാണ് മുമ്പിൽ. അതല്ല, നിന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ? അത് കേട്ടപ്പം അതുവരെ ഉണ്ടായിരുന്ന ശൂന്യത മാറി ഉള്ളിലൊരു പ്രകമ്പനം തന്നെ രൂപപ്പെട്ടു. കാൽ മുതലൊരു വിരൽ കയറിപ്പോയി. നിന്ന നിൽപ്പിലൊന്ന് ബോധം പോയെങ്കിലും നാശിച്ചു പോയി അവൾ. മനസ്സിനെ തൻ്റെ കൈപ്പിടിയിലൊതുക്കി ഒരു ദീർഘശ്വാസം വലിച്ചു വിട്ടവൾ ധൈര്യം വീണ്ടെടുത്ത് അവൻ്റെ മുഖത്തേക്ക് നോക്കി. മഷുവിന് ഇഷ്ടമാണെന്നല്ലേ പറയാൻ പോകുന്നത്? കണ്ണിറുക്കി അവളെ നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. അവനിന്ന് കമ്പനിയിലേക്ക് വന്നിരുന്നു, നിന്നെ തരുമോയെന്ന് ചോദിക്കാൻ. എൻ്റെ പൂർണ്ണ സമ്മതം കൊടുത്തു ഞാൻ. ഇനി വാപ്പാനോട് സംസാരിക്കണം. അത് ഞാൻ 2 ദിവസം കൊണ്ട് സാഹചര്യം പോലെ സംസാരിക്കാം. കണ്ണുകൾ മേച്ച് അവനെ നോക്കി നിൽക്കുന്ന സുറുമിയോടായി സൽമാൻ പറഞ്ഞു. അപ്പം പ്രപ്പോസൽ കാണാൻ വരുന്നൊക്കെ പറഞ്ഞത്? പൊട്ടാറാകും വിധം അടിച്ചുകൊണ്ടിരുന്ന ഹൃദയമിടിപ്പ് നേരത്തെ പിടിവിട്ട് പോയ മനസ്സും ഒരുവിധം അടക്കി നിർത്തിയതായിരുന്നു. പിന്നെയും ഞെട്ടിയപ്പം പെറുക്കി കൂട്ടിയ ബോധം വീണ്ടും പോയി. അത് വീണ്ടും പൊറുക്കിയെടുത്ത് അവൾ എങ്ങനെയൊക്കെയോ ചോദിച്ചെന്ന് വരുത്തി. അത് നിന്നെ ചുമ്മാ പറ്റിക്കാൻ ഞാനൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ. പൊട്ടാറായി നിൽക്കുന്ന നിന്നെ കണ്ടപ്പോൾ പാവം തോന്നി. ഇല്ലേ നിന്നെ കരയിപ്പിച്ച് ഈ ഡ്രാമ അവസാനിപ്പിക്കുമായിരുന്നുള്ളൂ. ഓഹോ,
അപ്പം തുനിഞ്ഞിറങ്ങിയതായിരുന്നല്ലേ? ആശത്തോട് ശ്വാസം വലിച്ചു പോയിട്ടുകൊണ്ട് അടുത്തിരുന്ന പേന വെച്ച് അവൻ്റെ കയ്യിലൊരു കുത്തു വെച്ചു. ഓ, കുത്തല വിശേഷേ. കുത്തു കിട്ടിയ ഭാഗം തടവിക്കൊണ്ടവൻ മുഖം ചുളിച്ചു. നിനക്ക് വിലയിട്ടാവാൻ വന്നത്. പുറകിൽ നിന്ന് സമീറയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവളും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പണിയായിരുന്നു എന്ന് സുറുമിക്ക് മനസ്സിലായത്. വിലയോ? ആ, നിനക്ക് പകരം. എനിക്ക് പകരം എന്തരാനാ? സമീറയും സൽമാനെയും മാറി മാറി നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഇളിക്കാതെ ആരെയിലൊന്ന് വേഗം പറ. സമീറയും സൽമാൻ പരസ്പരം നോക്കി കുർസിതിയെ ചിരിക്കുന്നത് കണ്ടവൾ ഒന്നും മനസ്സിലാകാതെ അക്ഷമയുടെ രണ്ടുപേരെയും നോക്കി. സഫ, അവളെ ഇവന് ഇഷ്ടമാണെന്ന് സമീറയാണ് മറുപടി പറഞ്ഞത്. അന്താളിപ്പായിരുന്നു അവൾക്കാദ്യം. അത്ഭുതത്തോടെ അവൾ സൽമാനെ നോക്കി. ഇരു കണ്ണുകളും ചിമ്മി കാണിച്ചുകൊണ്ടവൻ ഷർട്ടിൻ്റെ കോളർ കയറ്റിയിട്ടു. പെട്ടെന്ന് തോന്നിയ സന്തോഷത്തിൽ അവൾ അവനെ കെട്ടിപ്പിടിച്ചു. കരയാ? തോളിൻ്റെ ഭാഗത്ത് ഷർട്ട് നനഞ്ഞപ്പോൾ അവൾ അടർത്തി മാറ്റിക്കൊണ്ടവൻ ചോദിച്ചു. സന്തോഷം കൊണ്ടാ. ഇതൊക്കെ എപ്പോഴാണ് നടന്നേ? പുറം കൈകൊണ്ടവൾ കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് ചോദിച്ചു. ഇന്നവൻ വന്നു, സംസാരിച്ചു. നിന്റെ ഇഷ്ടം കൂടെ അറിഞ്ഞപ്പോൾ ആദ്യ കാഴ്ചയിൽ ഇഷ്ടം തോന്നിയ സഫയെ ഞാനങ്ങ് പകരമായി ചോദിച്ചു. ടോട്ടലി ഞാനും ഹാപ്പി, അവനും ഹാപ്പി. ശരിക്കും സഫ ഇഷ്ടമായിരുന്നു? അതോ? എന്തതോ? ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ്. സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അതിച്ചിരി നേരത്തെയായിരുന്നു മാത്രം. എന്നാലും ഇഷ്ടം തോന്നുക, അതിന് മാത്രം ടൈം എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയേ? ഒരു കൈ മടക്കി അവൻ്റെ തോളിൽ താങ്ങി വെച്ചുകൊണ്ട് അവൾ കണ്ണുകൾ മേലോട്ട് ഉയർത്തി ചിന്തയിലാണ്ട്. നിനക്ക് മഷൂദിന് അതിന് മാത്രം ടൈം എവിടുന്നാ? അവിടുന്ന് തന്നെ. അവൾ കൈവച്ച് തോളിൻ്റെ വശം മുഴുവനായി ചരിച്ചുകൊണ്ടവൻ അവളുടെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു. നീ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാതവനെ. നിനക്കിപ്പോൾ എന്താ അറിയണ്ടേ? അവൻ മഷൂദിനോട് ചോദിച്ചു. അവൻ്റെ സമ്മതം കിട്ടിയപ്പം അവൻ പോയി അവളെ കണ്ടു സംസാരിച്ചു. അല്ലടാ, സമീർ ബാക്കി കൂടെ വിവരിച്ചു കൊടുത്തു. നീ പറയടാ, ഇനി എന്താ പ്ലാൻ? ഉമ്മച്ചി, വാപ്പ അവരോടും കൂടെ സംസാരിക്കണ്ടേ? ഒരു കൈ എളിയെ കുത്തി വാ പൊളിച്ച് നിൽക്കുന്ന സുർമിയെ നോക്കി കോക്രി കാണിച്ച് ദേഷ്യം പിടിപ്പിക്കുന്ന സൽമാനെ താടിക്ക് പിടിച്ച് അവളുടെ വശത്തേക്ക് തിരിച്ചുകൊണ്ട് സമീറ ചോദിച്ചു. എന്ത് പ്ലാൻ? സാഹചര്യം പോലെ 2 ദിവസം കൊണ്ട് ഉമ്മാനോട് നീ കാര്യങ്ങൾ പറയണം. റൂമി ഇഷ്ടമാണെന്ന് പറഞ്ഞെന്നൊന്നും പറയണ്ട. അവർക്കതൊന്നും അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു, ഒരു കൂട്ടറിൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ മതി. അവനക്കൊരു പെങ്ങളുണ്ട്, അവളെ എനിക്കും ഇഷ്ടമായെന്ന് ചേർത്ത് പറയുക. വാപ്പാട് ഞാൻ പറഞ്ഞോളാം. സമീർ അത് ശരിക്കുന്ന പോലെ തലകുലുക്കി സമ്മതിച്ചു. ഈ കക്ഷികളൊക്കെ എനിക്ക് എപ്പോഴൊന്ന് കാണാൻ പറ്റുക? സമീറയുടെ വാക്കുകളിൽ ആകാംക്ഷയുണ്ടായിരുന്നു. കാണിച്ചു തരാം. ഇവളെങ്ങ് പറഞ്ഞു വിട്ടാൽ പിന്നെ സാഫല്ലേ ഇവിടുത്തെ റാണി. ചൂണ്ടുവരെ വായിലിട്ട് എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്ന സുർമിയെ ഇടങ്കണ്ണിട്ട് നോക്കിക്കൊണ്ട് സൽമാൻ പറഞ്ഞു. നീ എന്തെങ്കിലും ആലോചിക്കുന്നേ? വായിലിട്ട് അവളുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് സമീറ ചോദിച്ചു. ആദ്യം ചങ്ക് പറിച്ചെറിഞ്ഞ സങ്കടം, പിന്നെ സന്തോഷം, പിന്നെ വലിയൊരു ഞെട്ടൽ, വീണ്ടും വീണ്ടും ഞെട്ടൽ. എല്ലാം കൂടെ ഇപ്പം മനസ്സിൻ്റെ നിലവിലുള്ള എന്തോന്ന് പോയി. ഇനി എല്ലാം കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്തിട്ടിട്ട് വേണം. നിങ്ങളൊക്കെ പോയട്ടെ, എനിക്കിത്തിരി ചിന്തിക്കാനുണ്ട്, പഠിക്കാനുണ്ട്, എഴുതാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് റൂമിൽ നിന്ന് ഓടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ചിന്തിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിടുന്നവൾ ആദ്യമായി കാണുക. സമീറയുടെ തോളിലൂടെ കൈയിട്ട് അവളെയും കൊണ്ട് റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ സൽമാൻ പിറുപിറുത്തു. എടാ, നീ പറഞ്ഞത് സത്യ? ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു? ചൂണ്ടുവിരൽ കൊണ്ട് തിരിച്ചു മറിച്ച് ആംഗ്യം കാണിക്കുകയും ചൂണ്ടുകൾ ചലിപ്പിക്കുകയും ചെയ്യുന്ന സുറുമിയൊന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ സമീറ സൽമാനോടെ ചോദിച്ചു. ഏത്? നിന്നെ പൊന്നുപോലെ നോക്കാന്നോ? ആന്നേ. അല്ലേലും നീയും മക്കളും എനിക്കെങ്ങനെ ഭാരാവുക? എനിക്ക് മാത്രമല്ല, അവൾക്കും. സൽമാൻ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. ഒന്നും ചിന്തിച്ച് കൂട്ടണ്ട. ഒരാൾ തന്നെ അവിടെ ഇരുന്ന് കൂട്ടുന്നുണ്ട്. നാളെ രാവിലെ എന്താവോ എന്തോ. പോയി കിടന്നോ. മക്കളൊക്കെ ഉറങ്ങിയില്ലേ? ഏതോ ചിന്തയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന സമീറയെ നോക്കി സൽമാൻ പറഞ്ഞു. ഓക്കെ, ഒക്കെ ശരിയാകും. പഠിച്ചവനില്ലേ കൂടെ? ചെല്ല്, പോയി കിടക്ക്. വേദനയോട് അവനോടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ടവൾ റൂമിലേക്ക് പോയി. ഒരു നെടുവീർപ്പോടെ സൽമാൻ അവൻ്റെ റൂമിലേക്കും. കാത്തിരിക്കുക, നാളെ കാണാം. ബൈ ബൈ.